നമസ്കാരം. കേരള ജനതയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തി വായനയിൽ വസന്തം വിരിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെയും പരിപോഷകനായിരുന്നു. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19, 1996 മുതൽ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെ ഒരാഴ്ച വായനാ വാരമായും വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. പടയണിക്ക് പ്രശസ്തമായ ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി 1909 മാർച്ച് 1 പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. LP സ്കൂൾ അധ്യാപകനായിരുന്നു. ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് സ്വപ്നം കണ്ട അദ്ദേഹം തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി രാപ്പകലില്ലാതെ അധ്വാനിച്ചു. വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചു. 1926 ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. വർത്തമാന പത്രങ്ങൾ ചുരുക്കമായിരുന്ന അക്കാലത്ത് ഗ്രാമീണ ചായക്കടകളിൽ പത്രം വായിക്കാനെത്തുന്ന സാധാരണക്കാർക്ക് ആശ്വാസമായി സനാതനധർമ്മം വായനശാല മാറി. നാട്ടുവെളിച്ചത്തിന്റെ ഇത്തിരിവട്ടത്തിൽ തുടങ്ങിയ ഗ്രന്ഥശാലകളെല്ലാം പിന്നീട് നാടിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായി വളർന്നു. ഗ്രന്ഥശാലകൾക്ക് സംഘടിത രൂപമുണ്ടായത് PN പണിക്കരുടെ ശ്രമഫലമായിരുന്നു. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 1996 മുതൽ കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. 2004 രാജ്യം അദ്ദേഹത്തിന്റെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കി. 2017 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. നന്ദി. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ മറന്നുപോയോ? ഏയ്, എവിടെയാണ് നിങ്ങൾ എന്നെ പരതുന്നത്? കുട്ടികൾക്കിടയിലോ അതോ അധ്യാപകർക്കിടയിലോ? അവിടെങ്ങുമല്ല ഞാൻ ഈ വിശാലമായ മുറിയാണ്. എൻ്റെ ഏകാന്തതയിലിരുന്ന് വായനയുടെ സുഖം അനുഭവിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങളുടെ ആരോഗ്യകരമായ ചർച്ചകൾക്ക് അഭിമാനത്തോടെ സാക്ഷ്യം വഹിച്ചിരുന്ന നാളുകൾ, കുഞ്ഞിക്കാലടികളുടെ ശബ്ദവും കുട്ടികളുടെ അടക്കിപ്പിടിച്ച ചിരിയും സംസാരവും നിശബ്ദ വായനയുടെ ഈണവും ആസ്വദിച്ചിരുന്ന നാളുകൾ. ഇന്നെനിക്ക് അവയെല്ലാം ഓർമ്മകൾ മാത്രം. നിങ്ങൾ എൻ്റെ അന്തേവാസികളെ നോക്കൂ. അലമാരകൾക്കുള്ളിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണവർ. നിങ്ങളുടെ കൈകളിലൂടെ മാത്രം സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന ഇവർ ഇന്ന് അനുഭവിക്കുന്ന വേദന പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ കൈകളിൽ കിടന്ന് ഈ പടി കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദം ഞാൻ കാണുമായിരുന്നു. ഇന്ന് ഇവരുടെ നെടുവീർപ്പുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന എൻ്റെ ഹൃദയവേദന നിങ്ങൾ അറിയുന്നുണ്ടോ? മുൻപ് മധ്യവേനൽ അവധിയായിരുന്നു എന്നെ അലട്ടിയിരുന്നത്. കുട്ടികളും അധ്യാപകരും പുസ്തകങ്ങൾ തിരികെ ഏൽപ്പിച്ച് മടങ്ങുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ആ കാത്തിരിപ്പിന് പക്ഷേ ഒരു സുഖമുണ്ടായിരുന്നു. കാലവർഷത്തിൻ്റെ ഇരമ്പലിനൊപ്പം നിങ്ങളും തിരിച്ചെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയ്ക്ക് എന്നാണൊരവസാനം? എങ്കിലും ഞാൻ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷകളോടെ, ആരവങ്ങളോടെ, പുത്തൻ യൂണിഫോമുകൾ അണിഞ്ഞ് ഈ വിദ്യാലയത്തിൻ്റെ പടികടന്ന് പാറിപ്പറന്നെത്തുന്ന കുഞ്ഞു പൂമ്പാറ്റകൾക്കായി, അവരെ അറിവിൻ്റെ ഔന്നത്യത്തിലെത്തിക്കാൻ വഴികാട്ടികളാകുന്ന അധ്യാപകർക്കായി, ആംഫി തിയേറ്റർ നിറവിൻ്റെ വേദിയാകുന്നതിനായി, ഇവിടെ ഉയരുന്ന കരഘോഷങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. പ്രതീക്ഷകളോടെ നിങ്ങളുടെ ലൈബ്രറി. Hi everyone, I'm Nuha Faisal from 12C and today I'm going to be reviewing one of my all-time favorites, Harry Potter and the Philosopher's Stone.
The Philosopher's Stone is the very first in J.K. Rowling's Harry Potter series of 7 novels that had actually made her one of the most successful literary authors of all time, selling in excess of 400 million copies worldwide. Now, the very first question that arises in almost everyone's mind before reading a particular Harry Potter book would definitely be, do these Harry Potter books live up to the hype? Now let me tell you my answer. When I first began reading The Philosopher's Stone, I was immediately struck by how good and laugh out loud funny the humor was in the book. Now, talking about the Harry Potter books. These books tell us about an orphan called Harry James Potter, the discovery of his secret magical powers, and also the role he plays in the safety of hidden place of witchcraft and wizardry. Harry's first year's adventures include him making new friends, which is one of my favorite parts in the entire book, the first meet of the Golden Trio, Harry Potter, Ron Weasley, and Hermione Granger. This book further involves Harry Potter himself standing up against the torments of the school bully called Draco Malfoy and also becoming a star player in the Quidditch team of his school. Now, there are characters in this book that will actually remind us of all type of people that we have met in real life. Everyone knows a spoiled and an overweight boy like Dudley, or a bossy and an interfering girl like Hermione Granger. Now moving on to one of my other favorite parts about this book. It is definitely the school, Hogwarts. Hogwarts is truly a magical place, not in a very obvious way, but in all the details that the author has gone to describe it so vibrantly. It is a place that everyone wishes they could have been at the age of 11. Now in conclusion, this epic journey out of the Muggle world into the school and world of witchcraft and wizardry holds a very special place in my heart and also in the hearts of all the other Potterheads out there. Harry Potter and the Philosopher's Stone is a must-read for anyone within the age of 8 to 600, I would say, and also for those who want to be mesmerized by the magical world of fantasy. Thank you. नमस्कार, मैं महरी। मैं आज आपके साथ मैं कुछ दिनों पहले पढ़े हुए एक किताब के बारे में आप लोग के साथ भी बांटना चाहती हूँ। वो किताब है गोदान। गोदान मुंशी प्रेमचंद की प्रत्येक रचना जन जीवन का आईना है, परंतु गोदान हिंदी साहित्य की एक अमूल्य निधि है। संसार की शायद ही कोई ऐसी भाषा होगी जिसमें इस विश्वविख्यात उपन्यास का अनुवाद न हुआ हो। वर्षों पुराना होने के बावजूद इस उपन्यास की मौजूदा समय अद्भुत प्रासंगिकता है। गोदान को पढ़ते समय आपको ऐसा लगोगे मानो ये आपकी ही है, आपके आसपास की कहानी हो। यह कहानी हॉरी और दुनिया नामक एक कृषि दंपति के जीवन के इर्द गिर्द घूमती है। किसी भी ग्रामीण की बातें हॉरी की भी हार्दिक अभिलाषा है कि उसके पास भी एक पालतू गाय हो जिसकी वह सेवा करे। इसकी दिशा में किए गए हॉरी के प्रयासों से आरंभ होकर यह कहानी कई सामाजिक कुरीतियों पर उड़ारघात करती हुई आगे बढ़ती है। गोदान जमींदारों और स्थानीय साहूकारों के हाथों गरीब किसानों का शोषण और उनके अत्याचार की सजीव व्याख्या है। इसी के साथ ही शहरीकरण और नवीन शिक्षित वर्ग की एक कदा इस ग्रामीण कदा की साथ चलती है। कहानी के शहरी नायकों के मनोभाव और अपने उत्तरदायित्वों के प्रति कर्तव्य बोध होने तक की उनकी यात्रा दर्शाई गई है। कहानी का अंत दुखद है और पाठकों के जहन में कई सवाल छोड़ जाता है। मैं आपको ये भी बताना चाहूँगी कि किताबों में इतना खजाना छुपा है जितना कोई लुटेरा कभी लूट नहीं सकता। धन्यवाद। सबको नमस्कार। आज मैं पढ़ने के बारे में बताना चाहता हूँ। पढ़ना एक ऐसी आदत है जिसमें हम एक बेहतर इंसान बन सकते हैं। बहुत से महान लोगों द्वारा अच्छे और सफल जीवन के लिए पढ़ने की सलाह दी जाती है। किताबें पढ़ने से हमें खुशी, दुख, प्यार और बहुत कुछ महसूस होता है। एक अच्छी किताब हमें भावनात्मक रूप में बढ़ने में मदद करती है। अच्छी किताबें एक महान निवेश की तरह है।
हमारे व्यक्तित्व सही रूप में बढ़ाने के लिए वाजन का स्थान सबसे अधिक है। वाजन का महत्व समझकर एक दिन केवल 10 मिनट वाजन करें। वाजन भलाई की ओर, अच्छी राह की ओर एक मार्ग है। मित्रों, वाजन करो। मानविक मूल्यों पहचानने के लिए एक अच्छा मार्ग है वाजन। जय हिंद। പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 19 മലയാളിയുടെ വായനാ ദിനം. ഈ നല്ല ദിനത്തിൽ പങ്കുചേരാൻ നിലമ്പൂർ PV മോഡൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും എല്ലാം എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും എനിക്ക് കാണാം. നിങ്ങളുടെ വിദ്യാലയത്തെ സ്നേഹിക്കുന്നു, ഭാഷയെ സ്നേഹിക്കുന്നു, പുസ്തകങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ വീടുകളിലാണെന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വീടുകളിലിരുന്ന് തന്നെ നമ്മൾ പരിപാടി ആഘോഷിക്കുകയാണ്. മലയാളിയുടെ വായനാ ദിനം. മലയാളിയെ വായിപ്പിക്കാൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് PN പണിക്കർ. 1919 ചങ്ങനാശ്ശേരി താലൂക്കിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. 1995 ജൂൺ 19 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടല്ല നമ്മളിത് ആചരിക്കുന്നത്. അദ്ദേഹം ചെയ്ത വലിയ കാര്യം മലയാളിയെ വായിപ്പിക്കാൻ പഠിപ്പിച്ച മനുഷ്യൻ. വായിച്ചു വളരുക, ചിന്തിച്ച് മുന്നേറുക എന്ന മുദ്രാവാക്യവുമായി കേരളത്തിലുടനീളം പറന്നു നടന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു PN പണിക്കർ. 6000-ൽ പരം വായനശാലകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടാക്കിയത്. കേരള ഗ്രന്ഥശാലാ സംഘം 1957 സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ്. അപ്പോൾ മലയാളിയോട് അദ്ദേഹം പറഞ്ഞത് പുസ്തകങ്ങൾ വായിക്കാനാണ്. കാരണം പുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. പുസ്തകങ്ങളിൽ എന്തൊക്കെയുണ്ട്? പുസ്തകങ്ങളിൽ വിജ്ഞാനമുണ്ട്, പുസ്തകങ്ങളിൽ അത്ഭുതമുണ്ട്, പുസ്തകങ്ങളിൽ ആനന്ദമുണ്ട്. NV കൃഷ്ണവാര്യരുടെ കവിതയിലെ വരികളാണ്. അപ്പോൾ പുസ്തകങ്ങളിലെല്ലാം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പുസ്തകം മരിക്കുന്നില്ല, പുസ്തകം ജീവിക്കുകയാണ്. നമ്മൾ എല്ലാവരും പുസ്തകത്തെ മറന്നാലും ഈ പുസ്തകം മരിക്കാതെ തന്നെ നിലനിൽക്കും. അപ്പോൾ അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വായനാ വാരത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മലയാളിയെ വായിപ്പിക്കാൻ പഠിപ്പിച്ചു. ഗ്രന്ഥാലോകം എന്ന പേരിൽ മാസിക തുടങ്ങി. കേരള ഗ്രന്ഥശാല സംഘമുണ്ടാക്കി. സാക്ഷരതാ പ്രസ്ഥാനം, മലയാളിയുടെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി നിന്നതും PN പണിക്കരായിരുന്നു. ഇങ്ങനെ പുസ്തകവുമായി വായനയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് സമർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു PN പണിക്കർ. അപ്പോൾ അദ്ദേഹത്തെ നാം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായി ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു കവിത ചൊല്ലിക്കൊണ്ട് ഇത് എൻ്റെ ആശംസ അവസാനിപ്പിക്കാം. പുസ്തകമുത്തച്ഛൻ എന്നാണ് ഈ കവിതയുടെ പേര്. നമ്മൾക്കുണ്ടേ ചങ്ങാതികളെ നല്ലൊരു പുസ്തകമുത്തച്ഛൻ, നമ്മളെ നന്നായി വായിപ്പിക്കാൻ ശീലിപ്പിച്ചൊരു മുത്തച്ഛൻ, നാടുകൾ തോറും വായനശാലകൾ കെട്ടിയുയർത്തിയ മുത്തച്ഛൻ, നമ്മളെയെല്ലാം സാക്ഷരരാക്കാൻ പാടുകൾ പെട്ടൊരു മുത്തച്ഛൻ, പുസ്തകം ഒത്തിരി നെഞ്ചിലൊതുക്കി പാറി നടന്നൊരു മുത്തച്ഛൻ, ഗ്രന്ഥാലോകം നമ്മൾക്കായി തുറന്നു തന്നൊരു മുത്തച്ഛൻ, നീലംപേരൂർ എന്നൊരു നാട്ടിൽ പിറവിയെടുത്തൊരു മുത്തച്ഛൻ, ഓർക്കണമെന്നും അതാണ് PN പണിക്കരെന്നൊരു മുത്തച്ഛൻ. എല്ലാവർക്കും ഹൃദ്യമായ വായനാ ദിന മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഞാൻ എഴുത്തുകാരൻ P. സുരേന്ദ്രനാണ്. നിലമ്പൂർ PV സ്കൂളിൻ്റെ ഭാഷാ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാഘോഷം നടക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഈ വിദ്യാലയം മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ വിദ്യാലയമാണ്. ഭാഷാ പഠനത്തിന് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ എല്ലാ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റുകളും നന്നായിട്ട് തന്നെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളുടെ വായനാ വാരാഘോഷവും
എല്ലാ ക്ലബ്ബുകളുടെയും ഭാഷാ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതൊരു ഹൃദ്യമായ അനുഭവമാകും. വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളിലൂടെയാണ് ഈ വർഷത്തെ വായനാ വാരാഘോഷം നിങ്ങൾ നടത്തുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ഹൃദ്യമായ വായനാ ദിന ആശംസകൾ നേരുന്നു. നന്ദി. Hi, I'm Iron Dress of Great Fight. I'm here to talk to you with a little review on Heidi by Johanna Spire. She's a sixth author and she loves writing children's novels. Really, this book Heidi is written in German and later translated. Heidi is an orphan girl who lived 4 years with her aunt Dita, and her aunt Dita got a very nice job in Frankfurt. So she took Heidi to her grandfather who lived in Alps. He was a weird, angry and a lonely man. From there, Heidi got a friend Peter. Very soon, her aunt Dita came and took Heidi to Frankfurt. From there, she made a good relationship with Clara. Clara was a sweet and a cute girl. From there, Heidi faces a lot of challenges and she deals everything with her innocent and childlike way. Imagery in Heidi is similar to the imagery in Sound of Music. Beautiful lavish descriptions of Swiss mountains, beautiful wildflowers with different shades, gods with bells, snow captains, the smell of green fresh grasses and many. My dear friends, who all like adventure will like this book. I'm sure about that. Once you start reading, you will never get up without finishing it. Thank you. Reading is a conversation. All books talk, but a good book listens as well. Mark Haddon. Good morning everyone present in front of me. My name is Ramin Fatima and I'm studying in 5th C. Today I'm here to say a few words about books are our best companion. Man is a social animal. He wouldn't be able to live alone. Therefore, he'll need a friend. In this modern age, people have become selfish. They only prefer their interest. Books are the best companion of man. They do not demand anything from us. Books gives us joy. We also learn a lot from books. They took us into the imagination world. Books can help you to improve your communication skills and make you more compassionate. Books reading helps to relax and reduce stress. Books assist us in developing our ideas and expressing our views. They are our great companions. It is important to read a book for at least few minutes each day to stretch brain muscles and keep them healthy. It also gives excellent companionship. Thank you and have a nice day.